മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് എന്തിനും ഏതിനും ഒരു ശക്തി വേണം, അല്ലേ? എന്തായാലും എല്ലാവർക്കും മനസ്സിനായാലും ശരീരത്തിനായാലും ഒരു ശക്തി വേണം. അല്ലെങ്കിൽ ബുദ്ധിക്കായാലും ഒരു ബുദ്ധിശക്തി, കാഴ്ചശക്തി, കേൾവിശക്തി, ഇതൊക്കെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് എന്റെ കാര്യം പറയാലോ, ഞാൻ പറയുന്നത് എന്റെ ശക്തി ദുർഗയാണ്. എന്റെ ശക്തി ദുർഗയെ ഞാൻ ഉപാസിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് എല്ലാ ശക്തിയും കിട്ടുന്നത്. എപ്പോഴും ഞാൻ ശക്തി ദുർഗയെ നമഃ, ദുർഗാദേവി നമഃ, ദുർഗാദേവി നമോസ്തുതേ എന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ ശക്തി എന്ന് പറയുന്നത് ശക്തി ദുർഗയാണ്, ദുർഗാദേവിയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒരു കഴിവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത ഒരാളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ദേവിയുടെ ശക്തിയിലാണ്. ദുർഗാദേവി നമോസ്തുതേ. ഞാൻ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര് എന്നെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഞാൻ ഒന്നും ഇണ്ടാവില്ല. ഞാനൊരു ചിരി ചിരിക്കും. ആ ചിരി എല്ലാവരും, ബുദ്ധി ഉള്ളവർക്ക് അത് മനസ്സിലാവും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എന്നും പറഞ്ഞിട്ട് ഓരോ ദിവസവും എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദേവിയടുത്ത് ചെന്നിട്ട് ദേവിയോട് പറയും, ദേവിയെ ഇന്ന് ഇതാ ഇവരെന്നെ സഹായിച്ചു കേട്ടോ എന്ന് പറയും. അപ്പൊ ദേവി പറയും, ഞാൻ കണ്ടു. അതുപോലെ തന്നെ അവർക്ക്, എന്നെ സഹായിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, അധികാരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല 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 ഉയർച്ചകളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ സഹായിക്കാത്തവരെ ഞാൻ ദേവിനോട് ചെന്ന് പറയും, ദേവി എന്നെ അവര് സഹായിച്ചില്ലാട്ടോ, ദേവി എന്നെ അവരുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചില്ലേ, എന്നിട്ട് അവരെന്നെ സഹായിച്ചില്ലാലോ. അപ്പോഴും ദേവി പറയും, ഞാൻ കണ്ടു. എന്നെ സഹായിക്കാത്ത ജനങ്ങൾക്ക് വളരെ ദുരിതമാണ് ദേവി കൊടുക്കുന്നത്. അത് എന്താണെന്നറിയില്ല. ഒരുപാട് വർഷങ്ങളായി ഞാനിത് കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കാത്ത ആൾക്കാർക്ക് അവർക്ക് അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, അവർക്ക് അപകടം സംഭവിക്കുന്നു, ദുരിതം സംഭവിക്കുന്നു, അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ മരിച്ചു പോകുന്നു. അവർ കഷ്ടപ്പാട് കൊണ്ട് അവർ വലഞ്ഞ് ആകെ എന്താ പറയാ, ഇത് കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. എന്നെ സഹായിക്കുന്ന ആൾക്കാർ ദേവിയുടെ സഹായത്താല് അവര് അത്രത്തോളം ഉയരത്തിലെത്തുന്നുണ്ട്, അത്രത്തോളം അവർക്ക് സമ്പത്ത് കിട്ടുന്നുണ്ട്, അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട്. ദേവിയുടെ സഹായമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എപ്പോഴും ഒരു ബലം വേണം. അപ്പൊ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്റെ ശക്തി ദുർഗയാണ്. ഇതാണ് എന്റെ ശക്തി ദുർഗ. ശക്തി ദുർഗയെ നമഃ, ദുർഗാദേവി നമോസ്തുതേ. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഈ ഒരു പ്രോസസ്സിങ് എനിക്കുണ്ടായ, എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്താ പറയാ, വല്ലാത്ത ഗുണമാണ്. അതായത് ഒരു ഗംഭീര ഗുണം, ഏറ്റവും നല്ല ഗുണം എന്നൊക്കെ പറയില്ലേ, അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും എന്റെ എല്ലാം എനിക്ക് ദുർഗാദേവിയാണ്. അതില് ഞാൻ സമർപ്പിച്ചതുകൊണ്ട്, എന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് ഞാൻ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ എന്നും മിറാക്കിൾ, അത്ഭുതങ്ങളാണ് നടക്കുന്നത്. പലരും എന്റെ കാൽച്ചുവട്ടിൽ വന്ന് നമിക്കുന്നു. അതും പലരും ഞാന് കാണണമെന്ന് വിചാരിച്ച ആൾക്കാരാണ് എന്റെ കാൽച്ചുവട്ടിൽ വന്ന് നമിക്കുക, എനിക്ക് പണം തരിക. ഇന്നത്തെ കാലത്ത് അതൊക്കെ സംഭവിക്കുമോ? അത്ഭുതമല്ലേ? ഇതാണ് പറയുന്നത്, ശക്തി ദുർഗയാണ് എന്റെ ശക്തി, ശക്തി ദുർഗയാണ് എന്റെ ശക്തി. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, എപ്പോഴും നമുക്ക് ഒരു പിടുത്തം വേണം. ആ ഒരു ബലം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തിയാണ്. എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും എല്ലാം എനിക്ക് ദുർഗാദേവി തന്നാണ്. അതുകൊണ്ട് ശക്തി ദുർഗയെ നമഃ, ശക്തി ദുർഗയെ നമഃ, ദുർഗാദേവി നമോസ്തുതേ, ദുർഗാദേവി നമോസ്തുതേ, ദുർഗാദേവി നമോസ്തുതേ.